അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അഥ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധ ദശമോധ്യായ. ഋഷയ ഊചു സൂത പൂർവം ത്വയാ പ്രോക്തം വ്യാസേനാമിത തേജസാ കൃത്വാ പുരാണമഖിലം ശുകായാധ്യാപിതം ശുഭം. വ്യാസേന തു തപസ്തപ്ത്വാ കഥമുൽപാദിതശുക. വിസ്തരം ബ്രൂഹി സകലം യച്ഛ്രുതം കൃഷ്ണതസ്ത്വയാ. സൂത ഉവാച പ്രവക്ഷ്യാമി ശുകോൽപത്തിം വ്യാസാൽ സത്യവതി സുതാത്. യഥോൽപ്പന്നശുകഃ സാക്ഷാത് യോഗിനാം പ്രവരോ മുനി. മേരുശൃംഗേ മഹാരമ്യേ വ്യാസഃ സത്യവതി സുത. തപശ്ചചാരസോത്യുഗ്രം പുത്രാർത്ഥം കൃതനിശ്ചയാ. ജപന്നേകാക്ഷരം മന്ത്രം വാഗ്ബീജം നാരദാശ്രുതം. ധ്യായൻ പരാം മഹാമായാം പുത്രകാമസ്തപോനിധി. അഗ്നേർഭൂമേസ്തഥാ വായോരന്തരീക്ഷസ്യ ചാപ്യയം. വീര്യേണ സംമിതപുത്രോ മമ ഭൂയാദിതി സ്മഃ. ആതിഷ്ഠൽ സഗദാഹാര ശതസംവത്സരം പ്രഭു. ആരാധയൻ മഹാദേവം തഥൈവ ച സദാശിവം. ശക്തി സർവത്ര പൂജ്യേതി വിചാര്യ ച പുനഃ പുനഃ. അശക്തോ നിന്ദ്യത്തെ ലോകേ ശക്തസ്തു പരിപൂജ്യത്തെ. യത്ര പർവതശൃംഗേ വൈ കർണികാരവനാദ്ഭുതേ. ക്രീഡന്തി ദേവതാ സർവേ മുനയശ്ച തപോധികാ. ആദിത്യാ വസവോ രുദ്രാ മരുതശ്ചാശ്വിനോ തഥാ. വസന്തി മുനയോ യത്ര യേ ചാന്യേ ബ്രഹ്മവിത്തമാ. തത്ര ഹേമഗിരേ ശൃംഗേ സംഗീതധ്വനിനാദിതേ. തപശ്ചചാരധർമാത്മാ വ്യാസ സത്യവതീ സുത. തതോസ്യ തേജസാ വ്യാപ്തം വിശ്വം സർവം ചരാചരം.
അഗ്നിവർണ ജടാജാത പാരാശര്യസ്യ ധീമത തതോസ്യ തേജ ആലക്ഷ്യ ഭയമാപ ശചീപതി തുരാസാഹം തദാ ദൃഷ്ട്വാ ഭയത്രസ്തം ശ്രമാതുരം ഉവാച ഭഗവാൻ രുദ്രോ മഖവന്തം തഥാ സ്ഥിതം കഥമിന്ദ്രാദ്യഭീതോസി കിം ദുഃഖം തേ സുരേശ്വര. ശങ്കര ഉവാച അമർഷോ നൈവ കർത്തവ്യസ്താപസേഷു കദാചന തപശ്ചരന്തി മുനയോ ജ്ഞാത്വാ മാം ശക്തിസംയുതം നത്വേതഹിതമിച്ഛന്തി താപസാ സർവധൈവ ഹി ഇത്യുക്തവചനശക്രസ്തമുവാച വൃഷധ്വജം കസ്മാത് തപസ്യതി വ്യാസ കോർദ്ധസ്തസ്യ മനോഗത പാരാശര്യസ്തു പുത്രാർത്ഥി തപശ്ചരതി ദുശ്ചരം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 17 കൂടിയുള്ള 17 ശ്ലോകങ്ങളുടെ പരിഭാഷയാണ്, തർജ്ജമയാണ് നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഇന്ന് പാടി സമർപ്പിക്കുന്നത്. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതാ ഭവാൻ മുമ്പൊരിക്കൽ പറഞ്ഞല്ലോ വേണ്ട പോലെ സത്യവതി സുതൻ പല പുരാണങ്ങളും സൃഷ്ടിച്ചെന്നും അവയെല്ലാം തൻ്റെ മകൻ ശ്രീശുകനെ സമ്യക്കായി യഥാവിധി പഠിപ്പിച്ചെന്നും വ്യാസനാകും തപസ്വിക്കു പുത്രനുണ്ടായതാം കഥ വ്യാസൻ പറഞ്ഞ വിധത്തിൽ വിസ്തരിക്കണേ. സത്യവതി പുത്രനായ വ്യാസനിൽ നിന്നുണ്ടായതാം ശ്രീശുകന്റെ ജനനത്തെ ഞാനും പറയാം. പുത്രാർത്ഥിയായി വേദവ്യാസൻ അതിരമ്യമായിട്ടുള്ള മേരു ശിഖരത്തിൻ ചാരേ തപം തുടങ്ങി. നാരദൻ ഉപദേശിച്ച വാഗ്ബീജമാമേകാക്ഷരം നാവിൽ ചേർത്തു മഹാശക്തി ധ്യാനം തുടങ്ങി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അഗ്നി ഭൂമി വായു പിന്നെ അന്തരീക്ഷമിവയുടെ ശക്തിയൊത്ത പുത്രനായി മോഹിച്ചുകൊണ്ടും നിരാഹാരനായി വ്യാസൻ മഹാദേവനെയും പിന്നെ സദാശിവനെയും തപം ചെയ്തു. 100 ആണ്ട് ശക്തിയാണു സർവകാലം
പൂജിക്കപ്പെടുന്നതെന്നും അശക്തൻ നിന്ദ്യനാണെന്നും ശക്തൻ പൂജ്യനും ഏതോ പർവ്വതത്തിലാണോ കർണികാര കാടുള്ളത് മുനിജനം വാണിടുന്നു ദേവക്രീഡയും ആദിത്യന്മാർ വസുക്കളും രുദ്രന്മാരും മരുത്തുക്കൾ അശ്വനിമാർ മുനികളും ബ്രഹ്മജ്ഞന്മാരും സംഗീത ധ്വനി നിറഞ്ഞ ഹേമഗിരി ശൃംഗം തന്നിൽ സത്യവതി സുതന്മെല്ലെ തപം തുടർന്നു അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്ര ഭഗവതി അമ്മേ ശരണം തപസ്സിനാൽ തേജസ്സാകെ ലോകമാകെ നിറഞ്ഞല്ലോ വ്യാസജട അഗ്നി പോലെ വെട്ടിത്തിളങ്ങി വ്യാസൻ തന്റെ തേജസ്സിനാൽ ഇന്ദ്രനേറെ ഭയമുണ്ടായി ഭയപ്പെട്ടു വിറയ്ക്കുന്ന ദേവേന്ദ്രനോടായി മഹാദേവൻ ഏവം ചൊല്ലി ഇന്ദ്ര ഭയഹേതുവെന്ത് മനസ്സിലെ ദുഃഖത്തിനു കാരണമെന്ത് തപസ്വികളോടു ഒട്ടും കോപിക്കേണ്ട കാര്യമില്ല ശക്തിയോടു ചേർന്നോരെന്നെ അവർ ഭജിപ്പൂ ലോകത്തിൻ അഹിതത്തിനായി ഇവർ ആഗ്രഹിക്കുന്നില്ല ശിവൻ ചൊല്ലി ശക്രന്മാറു ചോദ്യം ചോദിച്ചു വ്യാസൻ തപസ്സു ചെയ്തിടുന്നതിനുള്ള ഹേതുവെന്ത് വ്യാസൻ തന്റെ അഭിലാഷം എന്താണു ദേവാ വ്യാസൻ തന്റെ തപസ്സിനു കാരണം ഞാൻ പറഞ്ഞിടാം വ്യാസൻ പുത്രകാമിയായി തപം ചെയ്യുന്നു അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്ര ഭഗവതി അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്രകാളി ശരണം സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ ശ്രീ ജഗദംബികായൈ നമഃ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ ശ്രീ ജഗദംബികായൈ നമഃ ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ ആരംഭിച്ചിട്ട് 2 മാസത്തിലേറെ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 17 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് അല്ലെങ്കിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഭാഷാഗാനമായി പാടി സമർപ്പിച്ചത്. ശിവവരദാനം എന്ന പേരോടുകൂടിയിട്ടുള്ള ഈ 10ാമത്തെ അധ്യായം
ഇവിടെ ശൗനകാദി ഋഷീശ്വരന്മാരുടെ ചോദ്യവും അതിന് സൂത പൗരാണികൻ നൽകുന്ന മറുപടിയുമാണ് നാം കാണുന്നത്. ഋഷീശ്വരന്മാർ ചോദിക്കുകയാണ്, സൂതപൂർവം ത്വയാ പ്രോക്തം വ്യാസേനാമിത തേജസ കൃത്വാ പുരാണമഖിലം ശുകായാധ്യാപിതം ശുഭം. അല്ലയോ സൂത, ത്വയാ പൂർവം പ്രോക്തം, അങ്ങ് മുമ്പ് പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ലേ, വ്യാസേന അമിത തേജസ, അമിത തേജസ്സായ വേദവ്യാസൻ പുരാണങ്ങളൊക്കെ രചിച്ചതിന് ശേഷം അതിന് ഓരോന്നും ശുകായാധ്യാപിതം ശുഭം, വേണ്ട പോലെ ശുകനെ പഠിപ്പിച്ചു എന്ന്. അപ്പോ വ്യാസേന തു തപസ്തപ്ത്വ കഥമുത്പാദിത ശുക വിസ്തരം ബ്രൂഹി സകലം യശ്രുതം കൃഷ്ണതസ്ത്വയാ. തപോനിഷ്ഠനായ വേദവ്യാസൻ, ആ വേദവ്യാസന് കഥമുത്പാദിത ശുക, എങ്ങനെയാണ് ശുകൻ എന്ന പുത്രനുണ്ടായത്, ആ വ്യാസനിൽ നിന്ന് കൃഷ്ണതസ്ത്വയ, ആ വ്യാസനിൽ നിന്ന് തന്നെ, കൃഷ്ണദ്വൈപായനിൽ നിന്ന് തന്നെ അങ്ങ് അറിഞ്ഞത് വിസ്തരം ബ്രൂഹി, വിസ്തരം സകലം ബ്രൂഹി, വിസ്തരിച്ച് എല്ലാം പറഞ്ഞു തരൂ. ഇത് കേട്ട സമയത്ത് സൂതൻ പറയുകയാണ്, പ്രവക്ഷ്യാമി ശുകോത്പത്തിം, ശ്രീ ശുകബ്രഹ്മർഷിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ജനനത്തെക്കുറിച്ച്, വ്യാസാൽ സത്യവതി സുതാൽ, സത്യവതീപുത്രനായ വേദവ്യാസനിൽ നിന്ന് യോഗികളിൽ മുഖ്യനായിരിക്കുന്ന സാക്ഷാൽ യോഗിനാം പ്രവരോ മുനി, ആ ശുകൻ എങ്ങനെയാണ് യഥോൽപ്പന്ന, എങ്ങനെയാണ് ജനിച്ചത് എന്ന കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു തരാം. മേരുശൃംഗേ മഹാരമ്യേ വ്യാസ സത്യവതി സുത തപശ്ചാരസോത്യുഗ്രം പുത്രാർത്ഥം കൃതനിശ്ചയ. സത്യവതീപുത്രനായിരിക്കുന്ന വേദവ്യാസൻ തനിക്കൊരു പുത്രനുണ്ടാവണം എന്ന ഉത്കടമായ ആഗ്രഹത്തോടുകൂടി, ദൃഢമായ നിശ്ചയത്തോടുകൂടി മഹാമേരു ശിഖരത്തിൽ, മേരുശൃംഗേ മഹാരമ്യേ, അതിരമ്യമായിരിക്കുന്ന ആ മഹാമേരുവിൻ്റെ ശിഖരത്തിൽ അത്യുഗ്രമായിട്ടുള്ള തപസ് ചെയ്തു എന്ന് പറയുന്നു. പിന്നെ പറയുകയാണ്, ജപൻ ഏകാക്ഷരം മന്ത്രം വാഗ്ബീജം നാരദാശ്രുതം ധ്യായൻ പരാം മഹാമായാം പുത്രകാമസ്തപോനിധി. നാരദനിൽ നിന്ന് ഉപദേശരൂപേണ ലഭിച്ച അല്ലെങ്കിൽ നേടിയ, ശ്രവിച്ച വാഗ്ബീജം, ഏകാക്ഷരമന്ത്രം ജപിച്ചും കൊണ്ട് പരാശക്തിയായ മായയെ സ്തുതിക്കാൻ ആരംഭിച്ചു. ആരാ? പുത്രകാമനായ ആ തപോനിധി. വേദവ്യാസൻ ഏകാക്ഷരമന്ത്രം സാക്ഷാൽ നാരദ മഹർഷിയിൽ നിന്നാണ് അത് ലഭിച്ചത്. അത് വേണ്ടതുപോലെ കേട്ട് ഭഗവതിയെ, പരാശക്തിയായ മഹാമായയെ ധ്യാനിച്ചും കൊണ്ട് ഇരിക്കുന്നു. ആ സമയത്ത് അഗ്നേർഭൂമേസ്തഥാവായോരന്തരീക്ഷസ്യ ചാപ്യയം വീര്യേണ സംമിതപുത്രോ മമ ഭൂയാദിതി സ്മഃ. അഗ്നി, ഭൂമി, വായു, അന്തരീക്ഷം, ഇതിൻ്റെയൊക്കെ ശക്തി ഒത്തുചേർന്ന അഗ്നേർഭൂമേസ്തഥാവായോരന്തരീക്ഷസ്യ ചാപ്യയം വീര്യേണ സംമിത. ആ ഇതിൻ്റെയൊക്കെ ശക്തി ഒത്തുചേർന്നൊരു പുത്രനുണ്ടാവണം എന്നാഗ്രഹിച്ച് അതിഷ്ഠൽ സഗതാഹാര ശതസംവത്സരം പ്രഭു ആരാധയൻ മഹാദേവം തഥൈവ ച സദാശിവം. ആഹാരം വെടിഞ്ഞ് മഹാദേവനെയും അതേപോലെ തന്നെ സദാശിവ ചൈതന്യത്തെയും ആരാധിച്ചും കൊണ്ട് 100 സംവത്സരകാലം തപസ് ചെയ്തു എന്ന് പറയുന്നു. യത്ര പർവതശൃംഗേ വൈ കർണികാരവനോദ്ഭുതേ ക്രീഡന്തി ദേവതാ സർവേ മുനയശ്ച തപോധികാം. ഏത് പർവതശൃംഗത്തിലാണോ കർണികാരദ്രുമങ്ങൾ, കർണികാരവനാദ്ഭുതേ, ആ കർണികാര വൃക്ഷങ്ങൾ നിറഞ്ഞിട്ടുള്ള വനങ്ങൾ എവിടെ, അത്ഭുത വനങ്ങളുള്ളത്, ദേവതകളൊക്കെ ക്രീഡിക്കുന്നത്, അത്യധികം തപസ്വികളായിരിക്കുന്ന മുനിമാര് ഉള്ളത്,
ആദിത്യന്മാരും വസുക്കളും രുദ്രന്മാരും മരുത്തുക്കളും അശ്വനീദേവന്മാരും മുനിമാരും മറ്റ് ബ്രഹ്മജ്ഞാനികളുമുള്ളത്. ആദിത്യ വസവോ രുദ്ര മരുതശ്ച അശ്വിനോ തഥാ വസന്തി മുനയോ യത്ര യേ ചാന്യേ ബ്രഹ്മവിത്തമ തത്ര ഹേമഗിരേ ശൃംഗേ സംഗീതധ്വനിനാദിതേ തപശ്ചചാര ധർമാത്മാ വ്യാസ സത്യവതി സുത. ഈ വേദവ്യാസൻ, സത്യവതിയുടെ പുത്രനായ വേദവ്യാസൻ ഈ സ്ഥലത്ത് തപസ് ചെയ്തു. സംഗീത ധ്വനി നിറഞ്ഞിട്ടുള്ള ഹേമഗിരിയുടെ ശൃംഗത്തിൽ ധർമാത്മാവായിരിക്കുന്ന സാക്ഷാൽ വേദവ്യാസൻ തപശ്ചചാര, അവിടെ തപസ് ആരംഭിച്ചു എന്ന് പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, തതോസ്യ തേജസാ വ്യാപ്തം വിശ്വം സർവം ചരാചരം അഗ്നിവർണ ജടാജാത പാരാശര്യസ്യ ധീമത. അങ്ങനെ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തേജസ് വിശ്വം മുഴുവനും വ്യാപിച്ചു. ആരുടെ? സത്യവതീസുതനായിരിക്കുന്ന സാക്ഷാൽ വേദവ്യാസന്റെ. അവിടെ ബുദ്ധിമാനായ ആ പരാശരപുത്രൻ്റെ, പരാശരൻ്റെയും സത്യവതിയുടെയും പുത്രനാണ് വേദവ്യാസൻ. അങ്ങനെയുള്ള ധീമതഃ പാരാശര്യസ്യ, ധീമാനായിരിക്കുന്ന ബുദ്ധിമാനായിരിക്കുന്ന പരാശര പുത്രൻ്റെ ജട അഗ്നിവർണമായിട്ട് തീർന്നു. ഈ തപസ്സുകൊണ്ട് ജട തീക്കുണ്ടം പോലെ ജ്വലിക്കുന്നതായിട്ട് മാറി. തതോസ്യ തേജ ആലക്ഷ്യ ഭയമാപ ശചീപതി തുരാസാഹം തദാ ദൃഷ്ട്വാ ഭയത്രസ്തം ശ്രമാതുരം. വേദവ്യാസന്റെ ഈ തേജസ് കണ്ടപ്പോൾ ആർക്ക് ഭയമുണ്ടായി? ഭയമാപ ശചീപതി. ശചീപതി എന്ന് പറഞ്ഞാൽ ശചീദേവിയുടെ പതി എന്ന് വെച്ചാൽ സാക്ഷാൽ ദേവേന്ദ്രൻ. അപ്പൊ ദേവേന്ദ്രന് ഭയമുണ്ടായി വേദവ്യാസന്റെ ഈ തപസ് കണ്ടപ്പോൾ. ഈ സമയത്ത് ഉവാച ഭഗവാൻ രുദ്രോ മഘവന്തം തഥാസ്ഥിതം കഥമിന്ദ്രാദ്യ ഭീതോസി കിം ദുഃഖം തേ സുരേശ്വര. ഇവിടെ പറയുകയാണ്, ഭഗവാൻ രുദ്രൻ ചോദിച്ചു, എന്തിനാണ് ഹേ സുരേശ്വര ദേവേന്ദ്ര അങ്ങ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? എന്താണ് അങ്ങയുടെ ദുഃഖം? എന്താണ് അങ്ങയുടെ ഭയത്തിന് കാരണം? ഭീതോസി കിം ദുഃഖം തേ സുരേശ്വര എന്ന് ചോദിക്കുന്നു. ഇവിടെ ശങ്കര ഉവാച, ശങ്കരൻ സാക്ഷാൽ മഹാദേവൻ, അമർഷോ നൈവ കർത്തവ്യസ്താപസേഷു കദാചന തപശ്ചരന്തി മുനയോ ജ്ഞാത്വാ മാം ശക്തി സംയുതം. താപസന്മാരുടെ അടുത്ത് ഒരിക്കലും കോപിക്കേണ്ട കാര്യമില്ല. ഞാൻ ശക്തിയോടുകൂടി ചേർന്നവനാണെന്ന് അറിഞ്ഞിട്ടാണ് മുനിമാർ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നത്വേതേ ഹിതമിച്ഛന്തി തപസാ സർവധൈവ ഹി ഇത്യുക്തവചന ശക്രസ്തമുവാച വൃഷധ്വജം. ഒരു പ്രകാരത്തിലും ലോകത്തിൽ ആർക്കും തന്നെ അഹിതമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല താപസന്മാര്. ലോകഹിതാർത്ഥമാണ് അവരുടെ തപസ് മുഴുവൻ. ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ ശങ്കരനോട് ചോദിച്ചു അത്രേ, കസ്മാത് തപസി വ്യാസ കോർധസ്തസ്യ മനോഗത പാരാശര്യസ്തു പുത്രാർത്ഥി തപശ്ചരതി ദുശ്ചരം. ഈ ശ്ലോകം അതിൻ്റെ പകുതി ഈ ഇന്ദ്രന്റെ ചോദ്യം, പകുതിയോ മഹാദേവന്റെ ഉത്തരം. വ്യാസൻ എന്തിനാണ് തപസ് ചെയ്യുന്നത്? കസ്മാൽ തപസ്യതി വ്യാസ കോർധസ്തസ്യ മനോഗത, എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം? ഇത് കേട്ടപ്പോൾ ശിവൻ എന്തു പറഞ്ഞു? പാരാശര്യസ്തു പുത്രാർത്ഥി തപശ്ചരതി ദുശ്ചരം. പരാശരപുത്രനായിരിക്കുന്ന വേദവ്യാസൻ പുത്രാർത്ഥിയായിട്ട് പുത്രനുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് തപസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കൂ. അങ്ങനെയുള്ള 17ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും ജഗദംബികയായ ആ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര
ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു.
യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.